അങ്ങനെ ഞങ്ങളൊരു യാത്ര പോയി മണാലിയിലേക്ക്. ഹലോ എവ്രി വൺ, ദിസ് ഇസ് ഷിയ ആൻഡ് യു ആർ വാച്ചിങ് ഷീ സേസ്. കുറേ നാളായിട്ട് കൂട്ടി വെച്ച ചില്ലറ കാശും നോട്ടും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. സുട്രുവും അശ്വിനുമാണ് നമ്മുടെ ട്രിപ്പ് കോർഡിനേറ്റേഴ്സ്. എവിടെയൊക്കെ പോകണം, ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം, എവിടെ സ്റ്റേ ചെയ്യണം, എപ്പോൾ പോകണം, ഏത് ട്രാവൽ ഏജൻസിക്കാരെ വിളിക്കണം എന്നൊക്കെ ഫുൾ പ്ലാൻ ഇവരുടേതായിരുന്നു. ഇവർക്ക് മാത്രമല്ല കേട്ടോ, ബാക്കി 9 പേർക്ക് ഓരോരോ ഡ്യൂട്ടികളുണ്ടായിരുന്നു. ട്രാവൽ കോർഡിനേറ്റേഴ്സ് നമ്മുടെ അശ്വിനും സുട്രു, ടൈം മാനേജ്മെൻറ്റിൽ അന്നുവും CA, ഫുഡ് കമ്മിറ്റിയിലോ സരിക, അഖില, നമിത, സോഷ്യൽ മീഡിയയിൽ ഞാനും സ്മരിയും, ടിക്കറ്റ് ഇൻചാർജിൽ ലക്ഷ്മി, അപൂർവ, അശ്വിൻ, ഫിനാൻസ് കമ്മിറ്റിയിൽ ഞാനും CA. അപ്പനൊരു ഫാർമസിസ്റ്റ് ആയതുകൊണ്ടാവണം മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരെനിക്കിങ്ങ് തന്നു. അങ്ങനെ ഒരു ദിവസം 4 മണിക്ക് ശേഷം എല്ലാവരുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഡിസ്കസ് ചെയ്ത് ഞങ്ങളെല്ലാവരും അതങ്ങ് ഉറപ്പിച്ചു. ട്രാവൽ റൂട്ട്സ് എന്നൊരു ഏജൻസിയുടെ മണാലി പാക്കേജിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ഡൽഹി ടു ഡൽഹി ആയിരുന്നു ഞങ്ങളുടെ പാക്കേജ്. അതായത് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കും തിരിച്ച് മണാലിയിൽ നിന്ന് ഡൽഹിയിലേക്കും ഉള്ള ഫുൾ പ്ലാൻ നമ്മുടെ ഏജൻസിക്കാരായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. സോ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഒടുവിൽ ചർച്ചയെല്ലാം കഴിഞ്ഞ് ഗുൽബർഗയിൽ തന്നെ ഒരു അടിപൊളി ടീ സ്പോട്ടിലോട്ടായിരുന്നു നമ്മുടെ അടുത്ത നീക്കം. മലയാളം അറിയാത്തൊരു വൈബ് ഓട്ടോ ചേട്ടൻ്റെ ഫോണും വാങ്ങി അതിൽ മലയാളം പാട്ടിട്ട് വൈബ് അടിച്ചായിരുന്നു ചായ കുടിക്കാൻ പോയത്. പറഞ്ഞു കേട്ട പോലെ അടിപൊളി ചായ ആയിരുന്നു ഇവിടുത്തെ. 20 രൂപ കേട്ടോ ഒരു ചായക്ക്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി സാധനം കിട്ടും, മസ്കാബൺ. അതിങ്ങനെ കുറച്ച് ചായക്കകത്ത് ഇങ്ങനെ മുക്കി കഴിക്കണം. ആഹാ. ഭാര്യയും ഭർത്താവും കൂടി എന്തോ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒളിക്യാമറ വെച്ചതിലായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടാട്ട്. സോ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മണാലി യാത്രയുടെ കൂടുതൽ രസക്കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.